ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ജീവിതവും സ്വപ്നം കണ്ടാണ് പലരും കാനഡയിലേക്ക് കുടിയേറുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാനഡയിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾക്ക് കാനഡ പുതുവർഷത്തിൽ 6 മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്തിടെ STS വിസ പ്രോഗ്രാം കാനഡ നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയെ ഇപ്പോഴും ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനു പകരം കാനഡ കൊണ്ടുവന്നിരിക്കുന്നത് റെഗുലർ സ്റ്റഡി പെർമിറ്റ് ആണ്. ഇതിനിടയിലാണ് കാനഡ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ PGWP യോഗ്യതാ മാനദണ്ഡം, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്തുള്ള ജോലി സമയ നിയന്ത്രണങ്ങൾ, PGWP ആപ്ലിക്കേഷനുകൾക്കായുള്ള ഫ്ലാഗ് പോളിംഗ് അവസാനം, സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം, സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റുകളിലുള്ള മാറ്റങ്ങൾ, പോർട്ട് ഓഫ് എൻട്രിയിൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ, ഇക്കാര്യങ്ങളിലാണ് കാനഡ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ PGWP യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 നവംബർ 1 മുതൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് പുതുക്കിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷ സമർപ്പിക്കപ്പെട്ട സമയത്തെയും പഠനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുക. അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്തുള്ള ജോലി സമയത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2024 നവംബറിൽ പ്രാബല്യത്തിൽ വന്ന നിയമങ്ങൾ അനുസരിച്ച് ക്ലാസുകൾ നടക്കുമ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്ത് എത്ര മണിക്കൂർ ജോലി ചെയ്യാമെന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ പരമാവധി 24 മണിക്കൂർ വരെ ജോലി ചെയ്യാം. നേരത്തെ ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുക. ഈ മാറ്റം അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാണ്. കാനഡയും അമേരിക്കയും തമ്മിൽ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കാനഡ അതിർത്തി സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അതിർത്തിയിൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നത് വലിയൊരു തിരിച്ചടിയാണ്. അതിർത്തികളിൽ വിദേശ പൗരന്മാർക്ക് ലഭ്യമാക്കിയിരുന്ന ബിരുദാനന്തര വർക്ക് പെർമിറ്റാണ് കാനഡ അവസാനിപ്പിച്ചിരിക്കുന്നത്. കാനഡയിലെ താൽക്കാലിക താമസക്കാർ ജോലിക്കോ പഠനാനുമതിക്കോ ഓൺലൈനായി അപേക്ഷിക്കുന്നതിലെ കാലതാമസം മറികടക്കാനാണ് ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നത്. ബിരുദാനന്തര പഠനം പൂർത്തിയാക്കുന്നവരെ വേഗത്തിൽ വർക്ക് പെർമിറ്റ് നേടാൻ സഹായിക്കുന്ന രീതിയായിരുന്നു ഫ്ലാഗ് പോളിംഗ് സംവിധാനം. അതുപോലെ തന്നെ കാനഡ സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന വിസയാണ് കാനഡ സർക്കാർ റദ്ദാക്കിയത്. ഇന്ത്യ അടക്കം 14 വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയിരുന്ന സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം വിസ പ്രോഗ്രാമാണ് കാനഡ നിർത്തലാക്കിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും ന്യായവുമായ പ്രവേശനം നൽകുക എന്നത് മുൻനിർത്തിയാണ് STS നിർത്തലാക്കുന്നതെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റുകൾക്കും കാനഡ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആശ്രിതർക്കുള്ള വിസ നയങ്ങളിലും അടുത്തിടെ കാനഡ മാറ്റം കൊണ്ടുവന്നിരുന്നു. ഗവേഷണ അധിഷ്ഠിത ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവരുടെ പങ്കാളികളെയും കുട്ടികളെയും കാനഡയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നതാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. ഇതും വിദേശ വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയാണ്. പോർട്ട് ഓഫ് എൻട്രിയിൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്കും കാനഡ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഇനി കനേഡിയൻ പോർട്ട് ഓഫ് എൻട്രിയിൽ സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കാൻ കഴിയില്ല. കാനഡയിലുള്ള മിക്ക വിദേശ പൗരന്മാരെയും ഈ നിയമം ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്.